സായൂജ്യം. രചന അഞ്ജു തങ്കച്ചൻ. സത്യ. പെട്ടെന്നുള്ള വിളിയൊച്ച കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും ആരോ കൈകളിൽ മുറുകെ പിടിച്ചു. കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കണ്ടാൽ 20 21 വയസ്സോളം പ്രായം തോന്നും. എന്താ? ആരാ? അയാൾ ചോദിച്ചു. ആരാന്നോ? പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് കുട്ടിയെ മനസ്സിലായില്ല, അതാ ചോദിച്ചത്. മുമ്പെങ്ങും കണ്ട ഓർമ്മയില്ല. വേണ്ട സത്യ, ഇങ്ങനെയൊന്നും പറയരുത്. ഇനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. എനിക്കിത് താങ്ങാൻ വയ്യ. അയാൾ ബലമായി അവളുടെ കൈകളിൽ നിന്ന് തൻ്റെ കൈത്തലം വലിച്ചെടുത്തു. സത്യ. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. കുട്ടി നീ ഏതാ? എനിക്ക് മനസ്സിലായില്ല, അതാ ചോദിച്ചത്. ഓഹോ, സ്വന്തം ഭാര്യ എന്നെ അറിയില്ലല്ലേ? അവിടെ ഒച്ച ഉയർന്നു. എൻ്റെ ഭാര്യയോ? നീ എന്തൊക്കെയാ കുട്ടി ഈ പറയുന്നത്? ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയാണല്ലേ? ഞാൻ എന്ത് തെറ്റാ സത്യ ചെയ്ത്? അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. കുട്ടി, ഇത്രയും കള്ളത്തരം പറഞ്ഞാ നിന്നോട് ഇനിയും ക്ഷമിക്കാൻ എനിക്ക് കഴിയും തോന്നുന്നില്ല. എന്റെ ക്ഷമ പരീക്ഷിക്കാതെ പോവാൻ നോക്ക്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് പോവാൻ നോക്ക്. അയാളുടെ കവിളുകൾ ദേഷ്യത്തിൽ വിറക്കുന്നുണ്ട്. സത്യക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുന്നു എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ലല്ലോ. കൂടി വന്നാൽ സ്വന്തം കൈ ചുരുട്ടി എവിടെ ഇടിപ്പിച്ച് സ്വയം വേദനിപ്പിക്കും. അല്ലാതെ എന്നെ ഒന്ന് നുള്ളി വേദനിപ്പിക്കാൻ പോലും സത്യക്ക് പറ്റില്ലല്ലോ. അവൾ കുറുമ്പോടെ ചോദിച്ചു. അയാൾ ഞെട്ടലോടെ അവളെ നോക്കി. എന്താ പിണക്കിതുവരെ തീർന്നില്ല സത്യ? അവൾ അയാളുടെ കവിളിൽ തൊട്ടതും അയാൾ പിന്നിലേക്ക് മാറി. ഇനിയും പിണങ്ങിയിരിക്കാൻ എനിക്ക് വയ്യ സത്യ. അവളുടെ ഒച്ചയിടറി. ഈ സത്യനാഥില്ലാതെ ഉമക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? ഇനി എന്നോടിങ്ങനെ പിണങ്ങി മിണ്ടാണ്ടിരിക്കരുത്. സത്യനാഥ് അവളെ തുറിച്ചു നോക്കി. എനിക്കറിയില്ല നിന്നെ. അയാൾ കാറിന്റെ ഡോർ തുറന്ന് അകത്ത് കയറി വേഗത്തിൽ മെയിൻ റോഡിലേക്ക് കടന്നു. ഒന്ന് സിഗരറ്റ് വലിക്കണം തോന്നി ഒരിടവഴിയിലേക്ക് വണ്ടി കയറ്റി സിഗരറ്റ് വലിക്കാനായി പുറത്തിറങ്ങിയതേയുള്ളൂ. അപ്പോഴാണ് ആ കുട്ടി വന്നത്. എന്തൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്? ആകെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു. താൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ആ കുട്ടിയെ കണ്ടിട്ടില്ല, അത് തനിക്ക് ഉറപ്പാണ്. പക്ഷെ ഉമ്മയുടെ അതേ രീതികളാണ് ആ കുട്ടിക്ക്. പിണങ്ങിക്കഴിഞ്ഞാൽ വിങ്ങിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കൈകളിൽ പിടിക്കും. അപ്പോഴേക്ക് മുഖം ചുവന്ന് കണ്ണുകൾ കരങ്ങി കൈത്തലം വിയർപ്പിൽ കുതിർന്നിരിക്കും. ഈ കുട്ടി അങ്ങനെ തന്നെ. ഈ കുട്ടി കൈകൾ പിടിച്ചപ്പോഴും ആകെ കൈകൾ നനഞ്ഞിരുന്നു. എന്താണ് അങ്ങനെ? അയാൾക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. മറക്കാൻ ശ്രമിക്കും തോറും അവൾ അങ്ങനെ ഉള്ളിൽ നിറയുകയാണ്. തൻ്റെ ഉമ്മ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും 1000 വട്ടം താൻ ശ്രമിക്കും അവളെ മറക്കാൻ. അയാൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. വയ്യ. അയാൾ സ്റ്റിയറിംഗിലേക്ക് തല ചായ്ച്ചു വെച്ച്. അവളെ ഓർമ്മിക്കുമ്പോൾ ഉടലാകെ തളരുന്നു. ഒരൊറ്റ ശ്വാസമായിരുന്നില്ലേ ഉമയും സത്യനാഥും? പിന്നെങ്ങനെയാണ് ജീവിതയാത്രയിൽ ഒരാൾ കൂടെ ഇല്ലാതാവുന്നത്? ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ എങ്ങനെയാണ് പാതി വഴിയിൽ ഉപേക്ഷിക്കാനാവുന്നത്? അറിയില്ല, തനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് ഒന്ന് മാത്രമാണ്. ഉമയും സത്യയും നടന്ന വഴികളിൽ ഇനി സത്യനാഥ് മാത്രം. ഉമേ, നിന്നെ കാത്തു നിന്ന ഈ വഴിയോരത്ത് ഞാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നു. ഒരു തവണ, ഒരൊറ്റ തവണയൊന്ന് വന്നൂടെ നിനക്ക്? സത്യ, ഞാൻ നിന്റെ കൂടെ നിന്ന് എങ്ങോട്ടും പോവില്ലെന്നൊന്നും പറഞ്ഞൂടെ? അത്രയ്ക്ക് സ്നേഹിച്ചവരല്ലേ നമ്മൾ. പിന്നെ എന്തിനാണുമേ എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞത്? നീയില്ലാതെ ഞാൻ ഒരുങ്ങുന്നത് നീ അറിയുന്നില്ലേ? എത്ര ദിവസങ്ങളായി ഞാനൊന്ന് ഉറങ്ങിയിട്ടെന്നറിയോ? അവളെ ആദ്യം കണ്ട ദിവസം അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. 4ാം ക്ലാസ്സിലേക്ക് പുതുതായി വന്ന കുട്ടിയെ അന്ന് എല്ലാവരും കണ്ണു പറിക്കാതെ നോക്കിയിരുന്നു. നീല ഉടുപ്പിട്ട് മുടി 2ആയി പിന്നിട്ടൊരു സുന്ദരി കുട്ടി. അവൾ അടുത്തു വരുമ്പോൾ കർപ്പൂരത്തിൻ്റെ ഗന്ധമായിരുന്നു. പിന്നീട് 10ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. ഇതിനിടയിൽ സൗഹൃദം പ്രണയമായി മാറിയത് എപ്പോഴാണെന്നറിയില്ല. ഒന്നു മാത്രമേ അന്നും അറിയൂ. ഉമയും സത്യയും ഈ ജന്മത്തിൽ ഒന്നാണ്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് ജീവിക്കാൻ വയ്യാത്ത അത്രയും സ്നേഹിച്ചിരുന്നു ഞങ്ങൾ. മുതിർന്നപ്പോൾ വീട്ടുകാർ ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരെ നിന്നില്ല. ജോലി കിട്ടി താൻ ബാംഗ്ലൂർ പോയപ്പോൾ അവൾ നാട്ടിൽ തന്നെ ഞങ്ങൾ പഠിച്ചു വളർന്ന സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറി. ജീവിതം പ്രണയത്തിലും മോഹത്തിലും നനഞ്ഞു കുതിർന്ന ആ കാലം. ലീവ് കിട്ടിയാൽ താൻ ഓടി വരുമായിരുന്നു കാപ്പിപ്പൂ മണമുള്ള തങ്ങളുടെ ഗ്രാമത്തിലേക്ക്. അവിടമായിരുന്നു എൻ്റെ സ്വർഗം. അവിടെയാണ് എൻ്റെ പ്രണയത്തിൻ്റെ രാജകുമാരി എന്നെ കാത്തിരിക്കുന്നത്. ലോകം മുഴുവൻ അവളിലേക്ക് ചേർത്ത് വച്ച് അവളുടെ മാത്രം പുരുഷനായിരുന്നില്ലേ താൻ? എന്നിട്ടും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ വീണ്ടും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ഒടുവിൽ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ തൻ്റെ ഉമയെ താൻ താലികെട്ടി സ്വന്തമാക്കി. സ്വർഗതുല്യമായ ജീവിതത്തിൽ സ്നേഹിക്കാൻ പരസ്പരം മത്സരിക്കുകയായിരുന്നില്ലേ നമ്മൾ? നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ശോഭ പകരാൻ നമുക്ക് നമ്മുടെ മോഹം പോലെ
ഒരു പെൺകുഞ്ഞു കൂടി പിറന്നതോടെ നമ്മൾ തമ്മിലുള്ള സ്നേഹം 1000 മടങ്ങ് വർദ്ധിക്കുകയല്ലേ ചെയ്തത്. പിന്നെ എന്തിനാണ് ഉമേ എന്നെ ഉപേക്ഷിച്ച് നീ പോയത്? നമ്മുടെ കുഞ്ഞിനെ പോലും നീ മറന്നുപോയത് എങ്ങനെയാ? ഇല്ല ഉമേ, ഇനി നിന്നെ ഞാൻ ഓർമ്മിക്കില്ല. നിന്നോട് ക്ഷമിക്കാൻ ഈ സത്യക്കാവില്ല. നിന്നെ ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. എനിക്കിപ്പോൾ വെറുപ്പാണ് നിന്നെ. അയാൾ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു കളഞ്ഞു. എനിക്കെൻ്റെ മോളുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. നീ ഇനി എൻ്റെ ഓർമ്മയിൽ പോലും വരരുതെന്ന് കരുതിയപ്പോൾ ആ പെൺകുട്ടി മുമ്പിൽ വന്നു. ശരിക്കും ആരാണ് അവൾ? ഉമയെപ്പോലെ തന്നെയുണ്ട് അവളുടെ സംസാരം. അയാൾ വെറുപ്പോടെ തലകുടഞ്ഞുകൊണ്ട് പതിയെ കാറ് മുന്നിലേക്ക് എടുത്തു. വീടിന് മുമ്പിൽ വണ്ടി നിർത്തിയിറങ്ങുമ്പോൾ കണ്ടു പൂമുഖത്തെ ചാരുകസേരയിൽ ഏട്ടൻ കിടപ്പുണ്ട്. ഏട്ടനെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നുണ്ട് 6 മാസം പ്രായമായ തൻ്റെ മോൾ. ഏട്ടൻ കണ്ണുകളടച്ച് പാതി മയക്കത്തിലാണ്. മോളെ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അവളൊന്ന് പതിയെ ചിണുങ്ങിയതും ഏട്ടൻ പതിയെ താളം പിടിച്ച് അവൾ ഉറക്കുന്ന കണ്ട് സത്യനാഥിൻ്റെ മനസ്സ് നിറഞ്ഞു. ഏട്ടാ, അയാൾ പതിയെ വിളിച്ചു. ആ മോനെ, നീ വന്നോ? നീ വന്നിട്ട് വേണം തൊടിയിലേക്കൊന്നും ഇറങ്ങാന്ന് കരുതി ഇരിക്കുകയായിരുന്നു. 10-12 പണിക്കാരുണ്ട്. നമ്മുടെ ഒരു നോട്ടമില്ലെങ്കിൽ ശരിയാവില്ല. ആര് പോയാലും നമുക്ക് ഇവളില്ലേടാ. പൊന്നുപോലെ വളർത്തേണ്ടേ നമുക്ക് അവളെ. ഇനി നീ വിഷമിക്കരുത്. ദാ മോളെ കൊണ്ടുപോയി തൊട്ടിൽ കിടത്ത്. അയാൾ മോളെ എടുത്തതും അവൾ ഉണർന്ന് കരയാൻ തുടങ്ങി. സത്യനാഥ് അവളെ മുറിയിലെ തൊട്ടിൽ കിടത്തി ആട്ടിയുറക്കാൻ നോക്കിയിട്ടും അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും ഏട്ടൻ ഓടി വന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ കരച്ചിൽ നിർത്തി. കുഞ്ഞിക്കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കിക്കൊണ്ട് പിതുങ്ങുന്ന പിഞ്ച് ചുണ്ടുകൾ പിളർത്തി പരിഭവത്തോടെ അവളുടെ ഭാഷയിൽ എന്തോ ശബ്ദമുണ്ടാക്കി. സത്യ, നീ പോയി ഭക്ഷണം വല്ലതും കഴിക്കുക. മോളെ ഞാൻ നോക്കിക്കോളാം. മോൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഏട്ടാ? അവൾക്ക് പറയാനറിയില്ലല്ലോ. അവൾക്ക് ഞാൻ കുറുക്കുണ്ടായി കൊടുത്തതാ. ഒന്ന് പതിയെ ഉറങ്ങിയതേ ഉള്ളൂ മോള്. സാധാരണ അവൾ ഈ സമയത്ത് കുറേ നേരം ഉറങ്ങുന്ന. എൻ്റെ നെഞ്ചി കിടന്നാലേ അവൾക്ക് ഉറക്കം വരൂ. സത്യ, ഒരു കാര്യം ചെയ്യ്. നീ ഭക്ഷണം കഴിച്ചിട്ട് പറമ്പിൽ പണിക്കാരുടെ അടുത്തേക്കൊന്ന് ചെല്ല്. ഏട്ടൻ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. തൻ്റെ മോൾക്ക് അവളുടെ അച്ഛനായ തന്നെക്കാളും തൻ്റെ ചേട്ടനെയാണ് ഇഷ്ടം. അല്ലെങ്കിലും തൻ്റെ ഏട്ടന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അല്ലെങ്കിലും അവൾക്കൊപ്പം താൻ ഇന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിക്കാൻ ഉമ്മ പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷേ ജോലി കളയാൻ താൻ ഒരുക്കമായിരുന്നില്ല. കുഞ്ഞുണ്ടായതോടെ ഉമ്മ താൽക്കാലികമായി ജോലി ഉപേക്ഷിച്ചു. മോൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അവൾക്ക് 3 വയസ്സായിട്ടേ ഇനി ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് അവളുടെ തീരുമാനമായിരുന്നു. ലീവ് കിട്ടുമ്പോഴൊക്കെ താൻ ഓടി വരുമായിരുന്നു. മോൾക്ക് 3 മാസമായപ്പോഴാണ് തൻ്റെ അമ്മ നളിനി ഈ ലോകം ഉപേക്ഷിച്ച് പോയത്. അമ്മയുടെ മരണത്തോടെ താൻ ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 2 ആഴ്ചത്തെ പെൻഡിങ് വർക്കുകൾ കൂടി തീർത്തിട്ട് താൻ പോരാൻ തീരുമാനിച്ചു. ഏട്ടൻ വീട്ടിലുണ്ടെന്നായിരുന്നു തൻ്റെ ആശ്വാസം. താൻ പോകുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം ഉമ്മ തന്നെ വിളിച്ചു. കോൾ എടുത്തതും എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞ് അവൾ കോള് കട്ടാക്കി. എത്ര വിളിച്ചു നോക്കിയിട്ടും പിന്നെ അവൾ കോൾ എടുത്തില്ല. ഭയന്നുപോയ താൻ വേഗം ഏട്ടനെ വിളിച്ചു. ഏട്ടൻ പറമ്പിലാണ്. പണിക്കാർക്ക് കൂലി കൊടുക്കുന്ന ദിവസമല്ലേ, തിരക്കാണെന്ന് പറഞ്ഞു. ഏട്ടാ, വേഗം ഒന്ന് വീട്ടിൽ ചെല്ല്. ഉമ്മ എന്തോ പറഞ്ഞു, ഒന്ന് വേഗം ചെല്ല്. കുറച്ചു കഴിഞ്ഞതും ഏട്ടൻ തിരിച്ചു വിളിച്ചു. ഉമ്മയെ അവിടെയെങ്കിലും കാണുന്നില്ലെന്നും കുഞ്ഞ് തൊട്ടിൽ കിടപ്പുണ്ടെന്നും പറഞ്ഞു. ഏട്ടൻ അവിടെയെല്ലാം നോക്കിയിട്ടും അവളെ കണ്ടില്ലെന്ന്. എങ്ങനെയൊക്കെയോ നാട്ടിലെത്തിയപ്പോൾ കേട്ടത് മറ്റു പലതുമാണ്. തൻ്റെ ഉമ്മ വീട്ടിൽ മതിൽ പണിയാൻ വന്ന ഒരുത്തനോട് പൊളിച്ചോടിപ്പോയെന്ന്. തനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മയെ കാണുന്നില്ലെന്ന് ഏട്ടൻ പരാതി കൊടുത്തിരുന്നു. അവരുടെ അന്വേഷണവും അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു. അവരുടെ ആഭരണങ്ങളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. കൂടാതെ അവരുടെ ഫോണിലുണ്ടായിരുന്ന അവരൊരുമിച്ച് നിൽക്കുന്ന കുറേ ഫോട്ടോകൾ. തനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വിശ്വസിക്കാത്ത തരമില്ലായിരുന്നു. പിഞ്ചു കുഞ്ഞിനെ പോലും മറന്ന് എങ്ങനെ അവൾക്കതിന് കഴിഞ്ഞു? വേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മോളെ മാത്രം ഓർത്താൽ മതി. അവളെ കൊണ്ടുപോയില്ലല്ലോ, അവളെ തനിക്ക് തന്നല്ലോ. എൻ്റെ കുഞ്ഞ് മാത്രം മതി എനിക്ക്. അയാൾ അടുക്കളയിലേക്ക് നടന്നു. ലളിത ചേച്ചി ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ താൻ കാണുന്നതാണ് ലളിത ചേച്ചി. അമ്മക്ക് അടുക്കള സഹായത്തിന് അന്ന് ലളിത ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട്. മോളെ കെട്ടിച്ചയച്ചോടെ ലളിത ചേച്ചി ഒറ്റക്കാണ്. ഇപ്പം 2-3 ആഴ്ചയായി. ഇവിടെ താമസിക്കാൻ പറഞ്ഞ താനാണ്. മോളെ ശ്രദ്ധിക്കാൻ ഒരാൾ കൂടിയുള്ളത് നല്ലതാണല്ലോ. അയാൾ ചോറും കറികളെടുത്ത് കഴിച്ചു. പറമ്പിലെ പണിക്കാരൻ്റെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ മോളുടെ ചിരി കേട്ടു. ഏട്ടൻ അവളെ കൊഞ്ചിക്കുകയാണ്. അവൾ കുടുകൂടെ ചിരിക്കുന്നു. ഏട്ടാ, എന്താടാ? ഏട്ടൻ വല്ലതും കഴിച്ചോ? ഇല്ല. അതെന്താ? ഇവളുടെ ഈ ചിരി കണ്ട ഞാനെല്ലാം മറന്നുപോയടാ. ഏട്ടാ, ഞാൻ കുഞ്ഞിനെടുക്കാം. ഏട്ടൻ പോയി കഴിക്ക്. ഏയ്, അവൾ കരയോടാ. ഞാൻ പിന്നെ കഴിച്ചോളാം.
ഏട്ടൻ പോയി കഴിക്ക്. അയാൾ കുഞ്ഞിനെടുത്തും അവൾ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ സത്യ, അവൾ കരയും, ഞാൻ എടുത്തോളാം. ഏട്ടൻ കുഞ്ഞിനെടുത്തും അവൾ അയാളുടെ തോളിൽ പതുങ്ങിക്കിടന്നു. അമ്പടി കേമി, നീ നിന്റെ അച്ഛന്റെ കയ്യിൽ പോവാതെ എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ് അല്ലേടി? ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത നിറയുന്ന പോലെ തോന്നി സത്യനാഥിന്. പെട്ടെന്നാണ് രാവിലെ കണ്ട പെൺകുട്ടി മുറ്റത്തേക്ക് കയറി വരുന്ന അയാൾ കണ്ടത്. നീണ്ട മുടി മുന്നിലേക്കിട്ട് ഉമ നടക്കുന്ന പോലെ തന്നെയാണ് അവളും നടക്കുന്നത്. അയാൾ പകപ്പോടെ അവളെ നോക്കി. എന്താ സത്യ എന്നെ കൂട്ടാതെ പോകുന്നത്? അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം നടക്കേണ്ടി വന്നില്ലേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, നീ ഇത് എന്ത് ഭാവിച്ച? നീ ഏതാ? ദേ സത്യ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഏത് നേരമല്ല ഞാൻ തമാശയായിട്ട് എടുക്കില്ല. ദേഷ്യം വരുമ്പോൾ ഉമ തെരുതെരെ കണ്ണ് ചിമ്മും പോലെ അവൾ കണ്ണ് ചിമ്മുന്ന അയാൾ പകപ്പോടെ നോക്കി നിന്നു. അപ്പോഴാണ് ഏട്ടൻ കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്ത് നിൽക്കുന്നത് അവൾ കണ്ടത്. അവൾ വേഗം കുഞ്ഞിനെടുക്കാൻ ആഞ്ഞു. അയാൾ കുഞ്ഞിനെ മുറുകെ പിടിച്ചു. അല്ല, കുട്ടിയേതാ? ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ദേ മാധവേട്ട, മര്യാദ കുഞ്ഞിനെ താ. അയാൾ സത്യനാഥിനെ നോക്കി. ആരാടാ ഇത്? എനിക്കറിയില്ല ഏട്ടാ. ഇന്ന് രാവിലെ ഞാൻ പുറത്തു പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഉമയാണെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ തരാനാ പറഞ്ഞ്. അവൾ ബലമായി കുഞ്ഞിനെ വലിച്ചെടുക്കാൻ ആഞ്ഞു. എന്താ ഇത്? മാറി കൂട്ടി. മാധവേട്ടൻ കുഞ്ഞുമായി പിന്നിലേക്ക് മാറി. പൊടുന്നേനെ കുഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടി കരയാൻ തുടങ്ങി. അത് കണ്ടതും അവൾ വേഗത്തിൽ കുഞ്ഞിനെ എടുത്തു. അവളെടുത്തും കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. അതെ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ സ്വന്തം കുഞ്ഞിനെ? അവൾ സത്യയോട് ചോദിച്ചു. കുഞ്ഞിനെ വേറെ ആരോടിക്കുന്ന എനിക്കിഷ്ടമല്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു. മാധവൻ പകപ്പോടെ സത്യനാഥിനെ നോക്കി. ഇതേതാ ഈ അവതാരം? വട്ടാണ് ഇവൾക്ക്? അയാൾ സത്യനോട് ചോദിച്ചു. ആവോ, എനിക്കറിയില്ല. പക്ഷേ മോനെ, ശരിക്കും ഉമ്മയുടെ അതേ രീതികൾ കണ്ടില്ലേ? അകത്ത് കയറുമ്പോൾ ഉമ്മ പൊട്ടിയെടുത്ത് വാതിൽ ഒട്ടിച്ചു വെക്കുന്ന പോലെ ഈ കുട്ടിയും ചെയ്യുന്നുണ്ട്. ശരിയാണ്. 3 മാസം മുമ്പ് ഇവിടുന്ന് പോയപ്പോഴും ആ വാതിലൊരു പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. താനാണത് എടുത്തു കളഞ്ഞത്. ഉമ്മ മിക്കവാറും പൊട്ടുതൊടാൻ മറക്കും. പുറത്തിറങ്ങുമ്പോഴാണ് അയ്യോ പൊട്ടുതൊട്ടില്ലെന്നും പറഞ്ഞ് തിരിച്ച് കയറുന്നത്. അതുകൊണ്ട് ഉമ്മറ വാതിൽ തന്നെ അവൾ പൊട്ടുതൊട്ട് വെക്കും. അതാവുമ്പോൾ മറന്നാലും തിരിച്ച് മുറി വരെ പോകണ്ടല്ലോ എന്ന് പറയും. ഇന്നിപ്പോൾ ഈ കുട്ടിയും പൊട്ടുതൊട്ട് വെച്ചിരിക്കുന്നു. ഡൈനിങ് റൂമിലിരുന്ന് കുഞ്ഞിന് കുറുക്ക് നൽകിയാണ് അവൾ. കുഞ്ഞ് വാശിയൊന്നും കാണിക്കാതെ കഴിക്കുന്നു. സത്യനാഥ് അവൾ കാണാതെ അവിടെ ഒരു ഫോട്ടോ എടുത്ത് തൻ്റെ ചില സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അവരോട് ചുരുങ്ങിയ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുഹൃത്ത് മധു സത്യനാഥിന് ഫോൺ വിളിച്ച്. എടാ, ആളെ കിട്ടിയിട്ടുണ്ട്, പേര് ഭാമ. എടാ, നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ SI മോഹൻ സാറിൻ്റെ മകളാ. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് പോയതാ. ഇന്ന് കോളേജിൽ ചെന്നില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ വിളിച്ചപ്പോഴാണ് അവരറിയുന്നത്. അന്നേരം മുതൽ അവർ ആ കുട്ടിയെ അന്വേഷിക്കുക. നീ നമ്മുടെ വീട് പറഞ്ഞു കൊടുത്തോ? ഓടാ, പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ശരി. അകത്തുനിന്ന് കുഞ്ഞിൻ്റെ അവിടെയും ചിരി കേൾക്കാം. എന്താ മോനെ, ആളറിഞ്ഞോ? മാധവൻ ചോദിച്ചു. അറിഞ്ഞു കേട്ടോ, നമ്മുടെ SI സാറിൻ്റെ മകളാ. ആ കുട്ടി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിവിടെ വന്ന് എന്തിനാ? അറിയില്ല ഏട്ടാ. എന്നാലും സാറിന് വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വരട്ടെ. മുറിയിൽ നിന്ന് ഈണത്തിൽ താരാട്ടുപാട്ട് കേട്ടതും അവർ തറഞ്ഞു നിന്നു. കുഞ്ഞിനെ ഉറക്കാനായി ഉമയെഴുതി അവൾ തന്നെ ഈണമിട്ട പാട്ട്. ഈ പാട്ട് കുട്ടിക്ക് എങ്ങനെ അറിയാം? അവർ പകപ്പോടെ പരസ്പരം നോക്കി. പെട്ടെന്നൊരു വാഹനം വഴിയിൽ വന്ന് നിന്നു. അതിൽ നിന്ന് SI മോഹനും ഭാര്യയും ഇറങ്ങി. പാതി ചാരിയിട്ട ഗേറ്റ് തുറന്ന് അവർ വീടിന്റെ മുറ്റത്തേക്ക് നടന്നു വന്നു. എന്റെ മോളെവിടെ? അകത്തുണ്ട്. അകത്തു നിന്നും കേൾക്കുന്ന താരാട്ടുപാട്ട് ഒച്ച കുറഞ്ഞു കുറഞ്ഞു വന്ന് പതിയെ നിലച്ച്. മോളെ ബാബേ, അയാൾ ഉറക്കി വിളിച്ചു. അവൾ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരിവിടെ ഒച്ച ഉണ്ടാക്കുന്നത്? എന്റെ മോളിപ്പൊന്ന് ഉറങ്ങിയതേ ഉള്ളൂ, ശബ്ദം ഒന്ന് കുറക്ക്, അവൾ പതിയെ പറഞ്ഞു. മോളെ, അവളുടെ അമ്മ അടുത്തേക്ക് ചെന്ന് അവിടെ കയ്യിൽ പിടിച്ചു. എന്താ മോളെ നിനക്ക് പറ്റിയത്? വരൂ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. നിങ്ങളൊക്കെ ആരാ? എനിക്ക് മനസ്സിലായില്ല. ബാമേ, നീ എന്താ ഈ പറയുന്നത്? മോഹൻ ഒച്ച ഉയർത്തി. ദയവായി ഒച്ച എടുക്കല്ലേ, എന്റെ മോൾ ഉണരും. ആരും സത്യവര്? അവൾ അയാളോട് ചോദിച്ചു. മോളെ, ഞാൻ നിന്റെ അമ്മയാ. അമ്മയുടെ കണ്ടമിടറി. ഓഹോ, എൻ്റെ അറിവിൽ ഞാൻ പൂമംഗലത്തെ ശ്രീധരൻ്റെയും മീരയുടെയും മകളാ. അവൾ പുച്ഛത്തോട് ചിരിച്ചു. ഓരോന്നൊക്കെ ഇറങ്ങിക്കോളൂ. ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ ഒക്കില്ലെന്നായി. സത്യ, ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ബാമേ, മോഹൻ വന്ന് അവളെ ബലമായി പിടിച്ചിരിച്ചു. എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? കൈ വിട്ടോ. അവൾ കുതിറി മാറി. സത്യ, ഇത് കാണുന്നില്ലേ? അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. കണ്ണുകൾ ചിമ്മി ചിമ്മി അടച്ചവൾ അയാളെ തുറിച്ചു നോക്കി. പെട്ടെന്ന് കുഞ്ഞുണർന്ന് കരഞ്ഞതും അയ്യോ എന്റെ കുഞ്ഞുണർന്നു എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ അവൾ മുറിയിലേക്ക് ഓടി. സർ, സത്യനാഥ് അയാൾക്കരികിലേക്ക് ചെന്നു.
ഇന്ന് രാവിലെ ഈ കുട്ടി എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഉമയാണ്, എന്തിനാണ് എന്നോട് പിണങ്ങിയെന്നൊക്കെ ചോദിച്ച് കരച്ചിലായിരുന്നു. ഞാൻ ആദ്യം കാണുക ഈ കുട്ടിയെ. സാറ് കണ്ടിട്ടില്ലേ, ഈ കുട്ടിക്ക് ദേഷ്യം വന്നപ്പോൾ കണ്ണുകൾ തെരുതെരെ ചിമ്മി ചിമ്മി അടക്കുന്നു. എല്ലാം എൻ്റെ ഭാര്യ ഉമയെ പോലെ തന്നെ. രാവിലെ മോൾ കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ? പിന്നെന്താ ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. മോൾക്ക് മാനസിക പ്രശ്നം എന്തെങ്കിലും? ഏയ് ഇല്ല, യാതൊരു പ്രശ്നം അവൾക്കില്ല. അവൾ വളരെ മിടുമിടിക്കുക. അവളുടെ വിവാഹം ഉറപ്പിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാ. ഇനിയിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലായിട്ടോ മറ്റോ ആയിരിക്കുമോ? അല്ല, അവള് പ്രണയിച്ച ആളുമായിട്ട് തന്നെയാ അവളുടെ വിവാഹം. എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയോ എന്തോ. ആണായിട്ടും പെണ്ണായിട്ടും ഇതൊന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. ബാമയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി നീ കരയാതെ. മോഹൻ അവരെ ആശ്വസിപ്പിച്ച്. ബാമ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. ആഹാ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? സത്യ, നിങ്ങളിത് എന്ത് കണ്ടുകൊണ്ട് നിൽക്കുക? ഇത് നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് ഗേറ്റ് അടക്ക്. ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാല. മോളെ നീ വാ. അമ്മയുടെ കയ്യിൽ പിടിച്ച്. ദേ, നിങ്ങളുടെ പ്രായത്തിനെ ബഹുമാനിക്കുന്നുണ്ടാ ഞാനൊന്നും പറയാത്ത. മര്യാദക്ക് പോയിക്കോ, ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും. സത്യ കയറി വാ, അവൾ വിളിച്ചു. എനിക്ക് കുഞ്ഞിനെ കുളിപ്പിക്കണം. അപ്പോഴേക്കും സത്യനാഥിന്റെ സുഹൃത്ത് മധു അവിടെ എത്തി. അയാൾ മുറ്റത്തേക്ക് കയറി. ആ മധു, നീ വന്നത് നന്നായി, ഭാമ പറഞ്ഞു. ഈ സത്യയോട് പരിചയമില്ലാത്തൊരു വീട്ടിൽ വിളിച്ച് കയറ്റിയെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. മധു കണ്ണുമിഴിച്ച് അവളെ നോക്കി. മധു, നീ നോക്കിയേ, ഇവിടെ മൊത്തം കള്ളലക്ഷണല്ലേ? ഭാമ ചോദിച്ചു കേട്ട് മധു പകപ്പോടെ സത്യനാഥിനെ നോക്കി. ഇതാണടാ ഇവിടുത്തെ പ്രശ്നം. സത്യ ഒച്ച താഴ്ത്തി അവനോട് പറഞ്ഞു. ഞാൻ പോവാ. അവൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. മോൻ സാറേ, ഇനി എന്തു ചെയ്യും? മധു അയാളോട് ചോദിച്ചു. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മധു. സാറേ, ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്ന ഉചിതമല്ല. പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. മനസ്സിന്റെ കാര്യമല്ലേ? പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അതിപ്പോ ഇന്ന് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ മധു. മോളിപ്പോൾ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും, അതാ ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ സാർ, മധു പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? 2 ആണുങ്ങൾ മാത്രമുള്ളടത്ത് അവളെങ്ങനെ നിർത്തും? അതോർത്ത് സാറ് വിഷമിക്കണ്ട. സാറിന്റെ വീട്ടിലെ പോലെ അവളിവിടെ സുരക്ഷിതയായിരിക്കും. കൂടാതെ ഇവിടെ സഹായത്തിന് നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. എന്റെ മോളിലാ, ഞാൻ ഇങ്ങോട്ടും വരില്ല. അമ്മ കരയാൻ തുടങ്ങി. ഇന്നൊരു ദിവസം മോൾ ഇവിടെ നിൽക്കട്ടെ മീരെ. ഒന്നുമല്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ. എനിക്കറിയാത്ത സ്ഥലമല്ലല്ലോ ഇത്. കൂടി വന്ന ഒരു 10-15 മിനിറ്റത്തെ യാത്ര മതിയല്ലോ ഇവിടെ വരാൻ. നീ പേടിക്കാണ്ടിരിക്കുക. എന്നാലോ ശരിയാവില്ല ഏട്ടാ. ശരിയാവും. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ കാണും മീരെ, നീ പേടിക്കാതെ. നേരാണോ? പിന്നല്ലാതെ. നമ്മുടെ മോളലടി, അവളെങ്ങനെ നമ്മൾ വിട്ടുകളയോ? നീ വന്നേ. അവളെ ശ്രദ്ധിക്കണം, അറിയാലോ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അയാൾ സത്യനാഥിനോടായി പറഞ്ഞു. അയാൾ അവരെയും കൊണ്ട് വണ്ടിയിൽ കയറി. മധു സത്യനാഥിന്റെ കയ്യിൽ പിടിച്ച്. സത്യത്തിൽ എന്തൊക്കെ ഇടപെടെ നടക്കുന്നത്? നീ കണ്ടില്ലേടാ, ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ? എന്നാൽ വലിയ ശരിക്കും ഉമ്മ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും അറിയില്ല മധു. അവളെ ഒന്ന് മറക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം വന്ന് കയറി. ഓയവള് പോട്ടണം, നീ ഒന്നും ഓർക്കണ്ട. ഞാൻ നാളെ വരടാ. സത്യനാഥ് അകത്തേക്ക് ചെന്ന് അവൾ കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ്. അവർ പോയല്ലേ? വണ്ടിയുടെ ഒച്ച കേട്ടു. ആരാ സത്യം അവരൊക്കെ? അറിയില്ല. അവൾ മോളെ കുളിപ്പിച്ച് തുടച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. കഴിഞ്ഞ തവണ സത്യം വന്നപ്പോൾ കൊണ്ടുവന്ന ആ മഞ്ഞുടുപ്പില്ലേ, അത് മോൾ ഇടിച്ചേരി. ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. അയാളെടുത്ത് കുഞ്ഞ് ചിണുങ്ങി. അമ്പടി കള്ളി, അവളുടെ അടവ് നോക്കിയേ. സത്യ, കുഞ്ഞ് വയറ്റി കിടന്ന് അനങ്ങുമ്പോൾ നീയല്ലേ പറഞ്ഞ് ഇത് മോനല്ല മോളാണ്, അതും അച്ഛനായ എന്നെയായിരിക്കും അവൾ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ. എന്നിട്ടിപ്പോൾ നോക്കിയേ, അവൾക്ക് എന്നെ മതി. എടി കുറുമ്പി, നീ അച്ഛൻ വിളിക്കുമ്പോൾ എന്നെ വയറ്റി കിടന്ന് എന്തോരം തൊഴിച്ചിട്ടുണ്ട്. അച്ഛൻ ഉമ്മക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായൂലായിരുന്നോ? എന്നിട്ട് പെണ്ണിനിപ്പോൾ അമ്മയെ മതി അല്ലേ? അവൾ കുഞ്ഞിൻ്റെ മൂക്കിന് മുമ്പിൽ ഉമ്മ വെച്ച്. അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയപ്പോഴും അയാൾ അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞത്? തൻ്റെയും ഉമ്മയുടെയും സ്വകാര്യ നിമിഷങ്ങൾ പോലും ഇവൾക്ക് എങ്ങനെ അറിയാം? ഇനിയൊരു പക്ഷെ ഉമ്മ പറഞ്ഞു കൊടുത്തോ മറ്റോ ആയിരിക്കുമോ? മറ്റൊരുത്തിനൊപ്പം ഇറങ്ങിപ്പോയതിൽ അവളിപ്പോൾ വേദനിക്കുന്നുണ്ടാകുമോ? പക്ഷേ ഈ പെൺകുട്ടി അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. ഉമ്മ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഈ കുട്ടിയും. ഇതെന്ത് പരീക്ഷണോ? കുഞ്ഞിൻ്റെ ചിരി കേട്ടപ്പോൾ അയാൾ ചിന്തയിൽ നിന്നുണർന്നു. തൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അയാൾ കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിച്ചു. പൊന്നുമോളെ, അച്ഛന് നീ മാത്രമേ ഉള്ളൂ. അയാൾ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ബാമ പറഞ്ഞ മഞ്ഞ ഉടുപ്പെടുത്ത് കുഞ്ഞിനെ ധരിപ്പിച്ചു. കൈവിരൽ നുണഞ്ഞുകൊണ്ട് കുഞ്ഞയാളുടെ തോളിൽ കിടന്നു. ബാമ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ താൻ എടുക്കുമ്പോൾ മോൾ കരയാറില്ല. ചാരിയിട്ട വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് സത്യനാഥ് തിരിഞ്ഞു നോക്കി. ഏട്ടനാണ്. ആ പെണ്ണെന്തിയെ? കുളിക്കാൻ പോയി. കൊച്ചിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ.
ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ വയ്യ. ഓരോ അടവും പറഞ്ഞ് വീട്ടിൽ കയറി പറ്റും. നീ കൊച്ചിനെയും കൊണ്ടുവാ. അയാൾ കുഞ്ഞിനെടുത്തു ഭാമ ചീറിക്കൊണ്ട് അകത്തേക്ക് പാഞ്ഞു വന്നു. എന്റെ കുഞ്ഞിനെ നിങ്ങൾ തൊട്ടുപോരുത്. അവൾ അയാളിൽ നിന്ന് കുഞ്ഞിനെടുത്തു. ഇനി മേലിൽ എന്റെ കുഞ്ഞിന്റെ അടുത്ത് പോലും വരരുത്, നിങ്ങൾ ഇറങ്ങി പോ മുറിയുന്ന്. അവൾ വിരൽ ചൂണ്ടി. അയാൾ പതിയെ മുറി വിട്ടിറങ്ങി. ദേഷ്യത്തിൽ അവൾ വിറക്കുന്നുണ്ടായിരുന്നു. ഭാമേ! സത്യനാഥ് ഉറക്കി അവളെ വിളിച്ചു. ഭാമയോ? അതാരാ സത്യ? എന്താ ജോലി സ്ഥലത്ത് പല സുന്ദരി പെണ്ണുങ്ങളും വന്നോ? എന്തേ ഒരു ഇളക്കം? വെറുതെ അല്ല, ജോലി കളഞ്ഞിട്ട് വന്ന മുതലൊരു മൗനം. സത്യം പറഞ്ഞോ, ആരാ ഭാമ? അവൾ തൊട്ടുമുമ്പിലെത്തി. അത് പിന്നെ അയാൾ എന്തോ പറയാനാഞ്ഞ അവൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ സത്യ, ഏത് സുന്ദരി വന്നാലും ഈ ഉള്ളനിറയെ ഉമ മാത്രമേ ഉണ്ടാവും എന്ന് എനിക്കറിയാം. സത്യക്ക് ഉമയെ മാത്രമേ സ്നേഹിക്കാനാവൂ. ഉമക്ക് സത്യയെ. അവൾ കുഞ്ഞിനെയും കൊണ്ട് അയാളിലേക്ക് ചേർന്ന് നിന്നു. ഉമയുടെ മണം, അവൾ തേക്കാറുള്ള സോപ്പിന്റെ ഗന്ധം, കുളി കഴിഞ്ഞാൽ അവൾ നെറുകയിലിടാറുള്ള രാസ്നാദിപ്പൊടിയുടെ മണം. അയാൾ അവളെ നോക്കി. അവൾ അലസമായി ഉടുത്തിരിക്കുന്നത് ഉമയുടെ സാരിയാണ്. അയാൾ അവളെ തൻ്റെ ദേഹത്തു നിന്ന് മാറ്റി. സത്യ, കുഞ്ഞിനെ നിന്ന് പിടിച്ചേ. ഞാൻ ലളിത ചേച്ചിയോട് കുറച്ച് മൈലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. കണ്ടില്ലേ സത്യ, എൻ്റെ മുടി നല്ലോണം കൊഴിഞ്ഞു പോകുന്നുണ്ട്. അവൾ സങ്കടത്തോടെ അയാളെ നോക്കി. അച്ഛന് മോളി വിടിരി, ഞാൻ പോവാ. അവൾ വാതിലിലെത്തിയിട്ട് എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് തിരിച്ചു വന്നു. ദേ സത്യ, കുഞ്ഞിനെ നീണ്ട ചേട്ടൻ്റെ കൈ കൊടുക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. അവളുടെ മുഖത്ത് ദേഷ്യമോ നിസ്സഹായതയോ ഭയമോ ഏത് ഭാവമാണ് നിറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഇനി എൻ്റെ കുഞ്ഞിനെ തൊട്ട അയാളുടെ കൈ ഞാൻ വിട്ടു. അയാൾ ഞെട്ടലോടെ അവളെ നോക്കി. അവൾ പുറത്തേക്ക് പോയതും അയാൾ കട്ടിലിരുന്നു. കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി. മനസ്സിലാകെ ഒരു ഭാരം. ഇനി ഉമയെ കാണാതായതിൽ ഏട്ടന് എന്തെങ്കിലും പങ്കുണ്ടോ? അവിവാഹിതനായ ഏട്ടന് എപ്പോഴെങ്കിലും ഉമയോട് മോഹം തോന്നിയിരിക്കുമോ? ഇനിയൊരു പക്ഷേ ഏട്ടൻ തൻ്റെ ഉമയെ അപകടപ്പെടുത്തിയിരിക്കുമോ? അയാൾ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി. ഏട്ടൻ തൂമ്പയുമായി പറമ്പിലേക്ക് പോകുന്ന അയാൾ ശ്രദ്ധിച്ചു. അയാൾ പതിയെ ഏട്ടൻ്റെ മുറിയിലെത്തി. കുഞ്ഞിനെ ബെഡിൽ കിടത്തി. മുറിയിലധികവും ഏട്ടൻ്റെ ബുക്കുകളാണ്. കവിതകളും കഥകളുമാണ് ഏട്ടൻ്റെ ലോകം. ചുമരിൽ ഏട്ടൻ വരച്ച സുന്ദരികളായ സ്ത്രീകളുടെ ചിത്രങ്ങൾ. അയാൾ പതിയെ അലമാര തുറന്നു നോക്കി. വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, ചെറിയ അറയിൽ നോട്ടുകെട്ടുകൾ. അയാൾ അലമാര അടക്കാനാഞ്ഞതും വസ്ത്രങ്ങൾക്കിടയിൽ ചുവന്ന തുണി കണ്ട് അയാളത് വലിച്ചെടുത്തു. ഉമയുടെ സാരി. ഉമ സ്ഥിരം ഉപയോഗിക്കുന്ന ചുവന്ന കോട്ടൺ സാരി. അയാളുടെ കൈകൾ വിറച്ചു. സാരിയുടെ മടക്കിൽ അവിടെ ഒരു ഫോട്ടോ. തങ്ങളുടെ വിവാഹ ഫോട്ടോയിൽ നിന്നും അവളുടെ മുഖം മാത്രം വെട്ടിയെടുത്തിരിക്കുകയാണ്. അയാൾ ആകെ തകർന്നു. ഇല്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഏട്ടൻ അനുജൻ്റെ ഭാര്യയെ മോഹിച്ചുവെന്നോ? ശരിക്കും തൻ്റെ ഉമ്മയ്ക്ക് എന്താണ് പറ്റിയത്? ഏട്ടൻ തൻ്റെ ഉമ്മയെ ഉപദ്രവിച്ചിരിക്കുമോ? പെട്ടെന്ന് ഏട്ടൻ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന അയാൾ കണ്ടു. ചീറിക്കൊണ്ട് അയാൾ ഏട്ടന് നേരെ പാഞ്ഞു. എടാ ദ്രോഹി, നീ എന്താണ് ചെയ്തിട്ട് ഉമേ? അയാളുടെ ചുമലിൽ അതിശക്തമായി പിടിച്ചു വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. എന്താ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യനാഥ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. തനിക്ക് മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ അലമാരയിൽ എൻ്റെ ഉമ്മയുടെ സാരിയും ഫോട്ടോ എങ്ങനെയാ വന്നേ? എന്തൊരു മനുഷ്യനാടോ താൻ! അനിയത്തെയായി കരുതേണ്ടതല്ലേ അവളെ? എന്നിട്ട് മോനെ, എനിക്കൊന്നും അറിയില്ല. സത്യം പറ, നിങ്ങൾ അവളെ എന്ത് ചെയ്തു? അവള് ജീവനോടെ ഉണ്ടോ അതോ താൻ അവളെ ഇല്ലാതാക്കിയോടോ? മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നോക്ക്, എന്റെ 13ാമത്തെ വയസ്സിൽ അച്ഛൻ എൻ്റെ കയ്യിൽ വെച്ച് തന്ന ചോര കുഞ്ഞാ നീ. അന്ന് അച്ഛൻ പറഞ്ഞ് നിനക്കൊരു കുഞ്ഞനുജം പിറന്നു, നീ നല്ലോണം അവനെ നോക്കിക്കൊള്ളണമെന്നാ. 13 വയസ്സിന്റെ വ്യത്യാസമുള്ളതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ അനുജം മാത്രമായിട്ടല്ല, എൻ്റെ മകനെ പോലെയാ എനിക്ക് നീ. അങ്ങനെയുള്ള നിന്റെ പെണ്ണിനെ ഒരു മോശം കണ്ടോടെ നോക്കാൻ പോലും എനിക്ക് പറ്റില്ലടാ. അയാളുടെ മുഖം ചുവന്ന് വിങ്ങി. ഞാനൊരു വിവാഹം പോലും കഴിക്കാത്ത അച്ഛൻ സമ്പാദിച്ച നമ്മുടെ ഈ മണ്ണും വീടൊക്കെ നിനക്ക് മാത്രം കിട്ടാൻ വേണ്ടിയാടാ. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് നീയുണ്ട്, നീ മാത്രം മതി എന്നാ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഊമേറ്റ മോളല്ലേടാ. കരഞ്ഞുകൊണ്ട് അയാൾ നിലത്തേക്കിരുന്നു. എന്താ ഇവിടെ ഒച്ചയുമ്പോഴും എന്താ പറ്റിയത്? ബാമ അകത്തേക്ക് വന്നു. അപ്പോഴാണ് മാധവൻ സർവ്വവും നഷ്ടപ്പെട്ടവനെ പോലെ നിലത്തിരുന്ന് കരയുന്നു അവൾ കണ്ടത്. അയ്യോ മാധവേട്ട, എന്താ പറ്റി? എന്താ സത്യ, എന്താ ഇവിടെ സംഭവിച്ചേ? അല്ല, ഉമ്മയുടെ സാരിയും ഫോട്ടോയും കണ്ടപ്പോൾ ഞാൻ കരുതി. സത്യ എന്ത് കരുതി? അല്ല, ഉമ്മയെ കാണാതായതിന് പിന്നിൽ ഏട്ടനാന്ന് കരുതി. എന്നെ കാണാതായെന്നോ? ഞാനല്ലേ മുമ്പിൽ നിൽക്കുന്നത്. സത്യക്ക് എന്താ പറ്റിയത്? പാവം, ഏട്ടനെ പോലെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുക.
അല്ല, നീയല്ലേ പറഞ്ഞ് ഏട്ടൻ കുഞ്ഞിനെടുക്കുന്ന ഇഷ്ടമല്ലെന്നൊക്കെ. എല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ കട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ ഭാമ എടുത്തു. ഏട്ടാ, എനിക്ക് ഭയം. ഞാനും സത്യമല്ലാതെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്താൽ എനിക്ക് മനസ്സിലാകെ ഒരു പെടച്ചിൽ വരും. എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഉള്ളിൽ നിറയും. സത്യം കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ മാധവേട്ടനാ. നമ്മുടെ കുഞ്ഞിനെ സ്വന്തം ജീവൻ കൊടുത്ത ഏട്ടൻ സംരക്ഷിക്കുന്ന എനിക്കറിയാം സത്യ. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞിനെ ആരോ വന്ന് എടുക്കുന്നു, അവളെ എടുത്തുയർത്തുന്നു. മനസ്സിൽ തെളിഞ്ഞു വരും. ആരാത്? എനിക്കറിയില്ല ഒന്നും. അവൾ കുഞ്ഞിനെ മാധവേട്ടൻ്റെ കൈകളിൽ കൊടുത്തു. സത്യ, എനിക്ക് വേറെ കൂട്ടം പറയാനുണ്ട്, ഇങ്ങ് വന്നേ. അവളെ അയാളുടെ കൈ പിടിച്ച് മുറിയിലേക്ക് നടന്നു. എന്താ ബാമേ? ബാമയോ? ഇപ്പൊ കുറേ തവണ ഈ പറയുന്നല്ലോ ഈ പേര്. ആരാത്? അതെൻ്റെ സുഹൃത്താ. ഓഫീസിൽ വിളിച്ച് ശീലിച്ച് നാവിന്ന് പോണില്ല. അതെന്തേലും ആവട്ടെ. സത്യ, ഇത് കണ്ടോ എൻ്റെ ഫോണ്? ഇതിൽ നോക്കിയേ, എൻ്റെ കൂടെ വേറെ ആളുടെ ഫോട്ടോ. നോക്ക്, എൻ്റെ വാട്സാപ്പ് പിക്ചർ വരെ അയാളുടെ എൻ്റെ മുഖങ്ങൾ ചേർന്നിരിക്കുന്ന. ഇയാളെ നീ അറിയില്ലേ? കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു സത്യ, പക്ഷെ ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഇതിവിടെ മധുരമണിയാവുന്ന മുരളിയല്ലേ? എങ്കിലും ഞാനൊന്ന് വെച്ചുള്ള ഈ ഫോട്ടോ എങ്ങനെ എൻ്റെ ഫോണിൽ വന്നു? അതാ എനിക്ക് മനസ്സിലാവാത്ത സത്യ. ഇത് വ്യാജമായിട്ട് നിർമ്മിച്ചതായിരിക്കും. ആര് നിർമ്മിക്കാൻ? അത് ചിലപ്പോൾ അയാൾ നീ വെറുതെ വളയോന്നറിയാൻ നോക്കിയതായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ? ഞാൻ ഉറപ്പായിട്ട് അയാളുടെ പേരിൽ കേസ് കൊടുക്കും. പെണ്ണുങ്ങൾ പാവങ്ങളാണെന്ന് കരുതി ഓരോരുത്തന്മാർ ഇറങ്ങും. ഇവനൊക്കെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അയാൾക്ക് വേണ്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സത്യ ഫോട്ടോയ്ക്ക് നേരത്തെ കണ്ടായിരുന്നോ? ഹോ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കുഞ്ഞിനെ നോക്കുന്നതിനിടയിൽ ഞാൻ ഫോൺ എടുക്കാറേയില്ല. ചിലപ്പോൾ ചാർജ് പോലും ചെയ്യില്ല. അതല്ലേ സത്യ വിളിക്കുമ്പോൾ കിട്ടാത്തത്. കുഞ്ഞ് ജനിച്ചോടെ എൻ്റെ ലോകം അവൾ മാത്രമായി പോയി. ആട്ടെ, അവന് നല്ല കൊടുത്തോ? അയാളുടെ കൈകൾ രണ്ടും തല്ലി ഒടിക്കാൻ മേലായിരുന്നോ? ഇനി ഇങ്ങനെയൊന്നും അയാൾ ചെയ്യരുത്. ഒടിഞ്ഞെന്നാ തോന്നുന്നത്. അതാണ് എൻ്റെ കെട്ടിയാൻ. അവളെ അയാളുടെ മുഖം അമർത്തി ചുംബിച്ചു. ഞാൻ മാധവേനെ ചായ ഇട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ഇടയ്ക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു രസമില്ലെന്ന് പറയും. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. സത്യനാഥ് ആലോചനയുടെ മുറിയിലൂടെ നടന്നു. പോലീസ് സിറ്റിയിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഒരു പുരുഷനോടൊപ്പം നടന്നു പോകുന്ന വ്യക്തമായി കാണുകയും ആ പുരുഷൻ വീട്ടിൽ മതിൽപ്പണിക്കായി വന്ന മുരളിയാണെന്ന് മാധവേട്ടൻ തിരിച്ചറിയുകയും ചെയ്തതാണ്. കൂടാതെ മുരളിയുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ മുരളി വീട്ടിൽ നിന്നും ഏതോ പെണ്ണുമായി പ്രണയത്തിലാണെന്നും അവളോടൊപ്പം നാടുപിടിയാണെന്നും പറഞ്ഞുവെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. അതുകൂടാതെ ഫോൺ വിളിച്ച് സത്യനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ അയാളോടൊപ്പം പോയെന്ന് കരുതി. എന്താണ് സത്യം? ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? സത്യനാഥ് നെറ്റിയിൽ കയ്യമർത്തി. വയ്യ, ആലോചിക്കുമ്പോൾ തല പൊട്ടി പിളരും പോലെ. തൻ്റെ ഒരിക്കലും തന്നെ ഈ കുഞ്ഞിനെ വിട്ടു പോവില്ലെന്ന് മനസ്സ് പറയുമ്പോഴും അത് വിശ്വസിക്കാതെ താൻ അവളെ സംശയിച്ചു പോയത് എത്ര വലിയ തെറ്റാണ്. എങ്ങനെ ഞാൻ അവളെ കണ്ടുപിടിക്കും? ഉമ്മറത്തെ ചാരുകസേരയിലിരിക്കുന്ന മാധവന്റെ അടുത്തേക്ക് സത്യനാഥ് ചെന്നു. ഏട്ടന്റെ കാലുകളിൽ അമർത്തി പിടിച്ച് മാപ്പ് പറയുമ്പോൾ ആ പാദങ്ങളിൽ അയാളുടെ കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അയ്യോ, എന്താടാ ഇത്? അയാൾ ബലമായി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാരമില്ലടാ, എനിക്കറിയാം നിന്റെ വേദന. ഞാൻ ഒന്ന് മാത്രം പറയാം മോനെ. ഈ കഴിഞ്ഞ 3 മാസവും ഞാൻ കരുതിയത് മുരളിയോടൊപ്പം പോയെന്ന് തന്നെയാ. പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പുണ്ട്, ആരോ അവളെ അപകടപ്പെടുത്തിയതാ. അത് നമ്മളെ ശരിക്കും അറിയാവുന്ന ആരോ ആണ്. അല്ലെങ്കിൽ പിന്നെ ഒരന്വേഷണം വന്നാൽ അത് എൻ്റെ നേരെ തിരിയാൻ പാകത്തിന് ആരായിരിക്കും എൻ്റെ അലമാരയിൽ ഫോട്ടോയും സാരിയും കൊണ്ടുവച്ചത്? അപ്പോൾ ആരായാലും ഇവിടെ നന്നായിട്ട് അറിയുന്ന ആരോ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ? അത് നീ അവളോട് തന്നെ ചോദിക്കണം. ഉമ്മയാണെന്ന് പറഞ്ഞു വന്ന ആ കുട്ടിയില്ലേ, അവളോട് ചോദിക്കണം. ആ കുട്ടിക്ക് മറ്റൊന്നും അറിയില്ല ഏട്ടാ. ഇപ്പം അവൾ ഉമ്മയാണ്, അതെല്ലാം ഒന്നും അവൾക്കറിയില്ല. നീ പഴയതൊക്കെ പറഞ്ഞ അവളുടെ മനസ്സാ ദിവസത്തിലെത്തിക്കണം. കൃത്യമായി പറഞ്ഞ 3 മാസം മുമ്പുള്ള ആ 14-ാം തീയതി അന്നത്തെ കാര്യങ്ങൾ അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയും. സത്യനാഥ് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. ശരിയാണ് ഏട്ടാ, ചിലപ്പോൾ ഭാമയുടെ അച്ഛൻ അവൾ നാളെ തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. ഒരുപക്ഷെ അവൾ ഭാമ മാത്രമായി മാറിയേക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കേട്ട അവളോട്. മുറിയിലേക്ക് പോവാനാഞ്ഞ സത്യനാഥിൻ്റെ കയ്യിൽ അയാൾ പെട്ടെന്ന് പിടിച്ചു. എടാ, ജീവനോടെ ഉണ്ടാവുന്ന അമിത പ്രതീക്ഷ വെക്കരുതെൻ്റെ കുട്ടി. ഒരുപക്ഷെ അവൾക്ക് സംഭവിച്ച എന്തെന്നറിയിക്കാൻ ഭാമയുടെ ശരീരത്തിലൂടെ അവൾ ശ്രമിക്കുന്നതാവാം. ഏട്ടാ, വേണ്ട മോനെ. അമിത പ്രതീക്ഷ തകർന്ന നീ അത് താങ്ങില്ല. കുഞ്ഞിന് അവളുടെ അച്ഛനെങ്കിലും വേണം. അതുകൊണ്ടാ പറയുന്നത്, എന്തും താങ്ങാൻ നിനക്ക് കഴിയണം. അയാൾ പതിയെ മുറിയിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.